കോഴിക്കോട്ടേക്കൊന്ന് പോകാം. മഴക്കെടുതിയല്ല, അവിടെ മറ്റൊരു ദുരന്ത വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം. ഒരു ബസ് സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബസിന്റെ ഉള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദോസ്ത് ബസ് ഡ്രൈവർ ഹരീഷാണ് മരിച്ചത്. ബസ്സിലെ ജീവനക്കാർ രാവിലെ എത്തിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷഹദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിന് മറ്റു വീടും കുടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അരുൺ, എന്താണ് ഈ മരണ കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. ഇന്ന് രാവിലെ ബസ്സിലെ മറ്റ് ജീവനക്കാർ ആ സംഭവ സ്ഥലത്തെത്തി. അതായത് ബസ് എടുക്കാനായി എത്തിയ സമയത്താണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ ഈ ഡ്രൈവറെ കാണുന്നത്. അതായത് തലേ ദിവസം രാത്രി ഇദ്ദേഹം ആ ബസ്സിലായിരുന്നു കിടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ തന്നെയാണ് ഡ്രൈവർമാർ ചെയ്യാറുള്ളത്. കാരണം പുലർച്ചെ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ അവർ ബസ്സിൽ കിടന്നുറങ്ങും. പിന്നീട് പുലർച്ചെ ബസ് എടുത്ത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് സാധാരണഗതിയിൽ ഡ്രൈവർമാർ ചെയ്യാറുള്ളത്. അതുപോലെയാണ് ഇവിടെയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെച്ചാട് സ്വദേശിയും ദോസ്ത് ബസ്സിലെ ഡ്രൈവറുമായിട്ടുള്ള ഹരീഷ് ആണ് മരിച്ചിട്ടുള്ളത്. ഹരീഷിനെ വിളിക്കാറുള്ളത് മോനൂട്ടൻ എന്നാണ്. അങ്ങനെ രാവിലെ രാവിലെ ബസ്സിലെത്തിയ സമയത്താണ് ഈ ബസ്സിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഷഹദ് റഹ്മാനാണ് വിവരം നൽകിയത്. പ്രത്യേകിച്ച് ഇത്തരം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലെ ആത്മഹത്യ ചെയ്ത വീടുകൾ, ആ മുറികൾ, ആത്മഹത്യ ചെയ്ത വീട്, സ്ഥലം, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? ഇനിയിപ്പോൾ ആ ദോസ്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന, അവിടെ പണിയെടുക്കുന്ന ജീവനക്കാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നോക്കും. അദ്ദേഹത്തെ അങ്ങനെ നേരിട്ട് കണ്ടതിന് ശേഷം വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുനാളും എടുക്കും അതൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ.